ഒരു ദശാബ്ദക്കാലം ടെലിവിഷൻ പ്രേക്ഷകരുടെ മനം കവർന്ന അശ്വമേധം വീണ്ടും കൈരളിയുടെ സ്ക്രീനിൽ തിരിച്ചെത്തുന്നു. ആബാലവൃദ്ധം ജനങ്ങളെ വിപരീത പ്രശ്നോത്തരിയിലൂടെ വിസ്മയിപ്പിച്ച അശ്വമേധം നാളെ മുതൽ പുനരാരംഭിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30 കൈരളിയിൽ സംപ്രേഷണം ചെയ്യും. മലയാള ടെലിവിഷനിൽ അതുവരെ ആരും കണ്ടിട്ടില്ല അശ്വമേധം പോലെയൊരു പരിപാടി. ഒരേ സമയം വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും യാകാശത്തെ തുറന്നുവിട്ട അശ്വമേധം ഈ സഹസ്രാബ്ദത്തിന്റെ ആദ്യം മലയാളി കണ്ട ഏറ്റവും അത്യുജ്വല പരിപാടിയായിരുന്നു. 50 വയസ്സിന് മുകളിൽ പ്രായം അല്ല, രസമായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ 2000-ന് ശേഷമാണ് വിളിച്ചത്. സത്യത്തിൽ ഈ ഒരു ചോദ്യത്തിലാണ് എനിക്കൊരു ആശ്വാസം അല്ല. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് എന്ന മിടുക്കനായ യുവാവിലൂടെ ജനമനസ്സിനെയാകെ കീഴടക്കാൻ അശ്വമേധത്തിനായി. തന്നോടൊപ്പം മത്സരിക്കാനെത്തുന്നയാൾ ഏതൊരു വ്യക്തിയെ മനസ്സിലാവാഹിച്ചാലും ചോദ്യങ്ങളിലൂടെ, കൃത്യമായ അനുമാനങ്ങളിലൂടെ യുക്തിസഹമായി ഉത്തരത്തിലേക്കെത്താൻ GS പ്രദീപിന് അസാമാന്യ കഴിവുണ്ടായിരുന്നു. ആ കഴിവ് തന്നെയായിരുന്നു അശ്വമേധത്തിന്റെ നട്ടെല്ലായത്. EK നായനാർ ഉൾപ്പെടെ പ്രമുഖരും സാധാരണക്കാരും സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവരും പങ്കാളികളായതോടെ അശ്വമേധം കൂടുതൽ ജനകീയമായി. സർ, താങ്കൾ വിചാരിച്ചത് സാർ ചക്രവർത്തിയായ നിക്കോളാസിനെയാണോ? നിക്കോളസ് ഏത് കൊല്ലത്തെ? റഷ്യയിലെ 1917 കാലഘട്ടത്തിൽ വിപ്ലവം അയാളെ പറ്റിയാണ്. അലക്സാണ്ടർ ദ സാർ തന്നെയായിരുന്നു ഉത്തരവ്. ഗംഭീരമായ മത്സരങ്ങൾക്ക് അശ്വമേധം വേദിയായെങ്കിലും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് വിജയം കൈപ്പിടിയിലാക്കിയത്. ഓരോ മത്സരവും വ്യത്യസ്തമായ അനുഭവങ്ങളും കാണികൾ പോലും ശ്വാസമടക്കി പിടിച്ച നിമിഷങ്ങൾക്കും സാക്ഷിയായി. 1000 എപ്പിസോഡുകൾ പിന്നിട്ട് ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ വിപ്ലവമായി മാറിയ അശ്വമേധം പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വീണ്ടും എത്തുകയാണ്. ചടുലമായ ചോദ്യങ്ങൾക്കും തീപാറുന്ന മത്സരത്തിനും വീണ്ടും മലയാളി പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.